ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒറിയോ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. 1.5 കിലോഗ്രാം വെയിറ്റ് വരുന്ന ഒരു ഒറിയോ കേക്കാണിത്. ഇതിൻ്റെ ഒരു സ്പോഞ്ച് റെഡിയാക്കുന്നതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട്. 2-3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഒന്ന് മിക്സ് ആക്കിയിട്ട് അരിച്ചെടുത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തേക്കും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ഒക്കെ മിക്സ് ആകുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 5 വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വാനില പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചിട്ട അല്ലെങ്കിൽ പൊടിക്കാതെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പൊടിക്കാതെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എല്ലാം ചേർത്തിട്ട് നല്ല ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മുട്ടയൊക്കെ പതഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിനാണുള്ളത്. ഇതിലേക്ക് ഇനി നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് ഓവർ ബീറ്റ് ചെയ്യരുത്. ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇടവിട്ടായിട്ട് ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള പാലാണ് ചേർത്തിട്ടുള്ളത്. ഇടവിട്ട് പാലും ഫ്ലോറിൻ്റെ മിക്സ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. എൻ്റെ ഓവനിൽ ഇതൊരു 50-55 മിനിറ്റ് എടുക്കും ബേക്ക് ആവാനായിട്ട്. 180 ഡിഗ്രിയിൽ ആണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് അത് നന്നായിട്ട് തണുത്തിട്ട് ഞാൻ ഒരു ക്ലീൻ ഫിലിം വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഈ കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്കായിട്ട് ഒറിയോ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലുള്ള ഒരു 4 പീസിൻ്റെ 2 പാക്കറ്റാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്കായിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ നിന്നും കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഒറിയോയുടെ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് പൗഡർ ചേർത്ത് കൊടുക്കരുത്. ഈ ക്രീം ബീറ്റ് ചെയ്തതൊക്കെ ലൂസായി പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഒരുപാടിട്ട് ഓവറായിട്ട് മിക്സ് ചെയ്യാനും പാടില്ല. കേക്ക് 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് 4 ലെയറായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അത്രയും നല്ല ഹൈറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. കേക്ക് ബോർഡിലേക്ക് ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുള്ള സിറപ്പാണ് എടുത്തിട്ടുള്ളത്. ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കോഫി പൗഡർ കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് അതുകൊണ്ടാണ് ആ ഒരു ബ്രൗൺ കളർ തോന്നുന്നത്. എന്നിട്ട് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൗഡർ ചേർത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ ലെയറിലും ചോക്ലേറ്റ് ഗനാഷ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓരോ ഫില്ലിങ്ങും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ലെയറിൽ കുറച്ച് ഒറിയോ ബിസ്ക്കറ്റ് പൊടിച്ചത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ വിപ്പിംഗ് ക്രീമിൽ നന്നായിട്ട് ചേർത്തിട്ടുള്ളത് കൊണ്ട് ലെയർ ചെയ്യുമ്പോൾ ഒറിയോ ബിസ്ക്കറ്റിൻ്റെ പൗഡർ ചേർത്തിട്ടില്ല. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗനാഷ് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സൈഡോട് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ക്രംസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ എല്ലായിടത്തേക്കും ആവാതിരിക്കും. ലാസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് അതേപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രം കോട്ട് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് 10 മിനിറ്റ് തണുപ്പിച്ചിട്ട് എടുക്കാം.
കേക്കിൻ്റെ സൈഡിൽ കുറച്ച് ഡാർക്ക് കളറും മുകളിലായിട്ട് വൈറ്റ് കളറുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും താഴെയായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളർ ചേഞ്ച് ആവാനായിട്ട്. കേക്ക് ബോർഡൊക്കെ ഒന്ന് തുടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഹാഫ് പോർഷൻ മാത്രം ഒന്ന് കവർ ചെയ്തിട്ട് ബാക്കി വൈറ്റ് കളറിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതൊരു ഭംഗി കുറവാന്ന് തോന്നിയതുകൊണ്ട് മൊത്തത്തിൽ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഹാങ്ങിങ്ങായിട്ടൊന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓറിയോ ബിസ്ക്കറ്റും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ ബോർഡറായിട്ട് ബിസ്ക്കറ്റ് പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ പേരും എഴുതി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷനുമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്